ഹലോ എവരി വൺ, മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ കപ്പാസിറ്ററിന്റെ ആപ്ലിക്കേഷൻസ്, അതായത് ആപ്ലിക്കേഷൻസ് ഓഫ് കപ്പാസിറ്ററുകളാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്ററുകളെ പറ്റിയും ഡീകപ്ലിംഗ് കപ്പാസിറ്ററുകളെ പറ്റിയും പവർ സപ്ലൈ ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടും സിഗ്നൽ ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇത് റിയൽ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ ആയിട്ട് ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ് ഇത് അഫക്റ്റ് ആകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ടൈം ഡൊമെയിൻ അനാലിസിസ്, ഫ്രീക്വൻസി ഡൊമെയിൻ അനാലിസിസ് എന്നുള്ളതൊക്കെ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി ഡൊമെയിൻ അനാലിസിസിൽ ഇനി ഫാസ്റ്റ് ഫൂറിയർ ട്രാൻസ്ഫോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡൊമൈനിൽ പാഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ സ്വന്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നിച്ചു മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ RC സർക്യൂട്ടിന്റെ റിയൽ ആപ്ലിക്കേഷൻസിനെ പറ്റിയിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്കിവിടെ സർക്യൂട്ടിൽ നോക്കിയാൽ കാണാം, ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് കമ്പോണൻസുകളാണ്, ഒന്ന് റെസിസ്റ്റൻസും ഒന്ന് കപ്പാസിറ്റൻസും. അപ്പോൾ RC സർക്യൂട്ട് ടൈമിങ്സിനെ പറ്റിയും അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് കമ്പോണന്റുകൾ, ഇലക്ട്രോണിക്സിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് കമ്പോണന്റുകൾ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, ഈ രണ്ട് കമ്പോണന്റുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സർക്യൂട്ടുകളിൽ എത്ര കറണ്ട് ഒഴുകണം, എത്ര വോൾട്ടേജ് ഒഴുകണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ RC സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ റിയൽ ലൈഫിൽ അത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യമാണ്. മെയിനായിട്ട് രണ്ട് ആപ്ലിക്കേഷൻസ് ഞാനിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ഒന്നെന്ന് പറയുന്നത് ടൈം ഡിലേ സർക്യൂട്ട് ആണ്. ഈ ടൈം ഡിലേ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ടൈമിനെ ഡിലേ ചെയ്യുക. അതായത് ഒരു ക്ലോക്ക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു പൾസ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു പർട്ടിക്കുലർ വിഡ്ത്ത് ഉള്ള ഒരു പൾസ് ഉണ്ട്. ആ ഒരു പൾസിനെ അത് ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്ക് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള സമയത്ത് ആ പൾസ് ഉണ്ടായി കഴിഞ്ഞ് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ഉപയോഗിക്കണം. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടൈം ഡിലേ സർക്യൂട്ട് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. ഇപ്പൊ ടൈം ഡിലേ സർക്യൂട്ട്സിന് വേണ്ടിയിട്ട് RC സർക്യൂട്ട്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഒരു ടൈം ഡിലേ സർക്യൂട്ടിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ, അല്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ബഫറാണ്. ഈ ഒരു സിമ്പിൾ കണ്ട് നിങ്ങൾ ഇന്റിമിഡേറ്റഡ് ആകേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതും കണ്ടിട്ട് ഇന്റിമിഡേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ഇത് മുന്നോട്ടുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഇത് ബഫർ എന്ന് വേണേൽ കൺസിഡർ ചെയ്യാം. ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വോൾട്ടേജ് വരുന്നു അതേ വോൾട്ടേജ് തന്നെ ഇവിടെ കൊടുക്കും. പക്ഷെ ഇവിടുത്തെ കറണ്ടിനെക്കാട്ടിൽ കൂടുതൽ കറണ്ട് നമുക്ക് ഇവിടെ ലഭിക്കും. അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. അപ്പം ഇത് CMOS ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ ബഫറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ കാണാം, ഇൻപുട്ട് എന്ന് പറയുന്ന സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് കുറച്ച് സമയം ഹൈ ആയിട്ട് നിൽക്കുന്നു, അതിനുശേഷം ഓഫ് ആകുന്നു. അപ്പൊ ഇവിടെയാണ് ഈ ഒരു സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഈ ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു 5 വോൾട്ട് എന്ന് വെക്കാം. 5 വോൾട്ടിന്റെ ലോജിക്കാണ് A എന്ന് പറയുന്ന ഇൻപുട്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ഔട്ട്പുട്ടിലും അതേ 5 വോൾട്ട് ലോജിക്ക് വരും. ആ 5 വോൾട്ട് ഇവിടെ വരും. ആ 5 വോൾട്ട് ഈ റെസിസ്റ്ററിലൂടെ കയറി കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. അതാണ് ഈ കാണുന്നത്. ഈ RC ടൈം കോൺസ്റ്റന്റിനെ പറ്റി ഇതിനു മുമ്പ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കണ്ടിട്ട് വരിക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പം ഈ കപ്പാസിറ്റർ ഇവിടെ 5 വോൾട്ട് ഇത് ഓൺ ദ ടൈം നമുക്ക് ലഭിക്കും. പക്ഷേ ഇവിടെ റെസിസ്റ്ററും കപ്പാസിറ്ററും തമ്മിലുള്ള ഒരു നെറ്റ്വർക്ക് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ കപ്പാസിറ്റർ ചാർജ് ആകാൻ തുടങ്ങും. 5 RC ടൈം കോൺസ്റ്റന്റിനെ പറ്റിയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു. അപ്പൊ ഈ സംഗതി ചാർജ് ആകാൻ തുടങ്ങും, കപ്പാസിറ്റർ ചാർജ് ആകാൻ തുടങ്ങും. അങ്ങനെ ചാർജ് ആയി 5 RC ടൈം കോൺസ്റ്റന്റ് ആകുമ്പോഴായിരിക്കും ഇത് ഫുൾ ആവുക. ഓക്കെ, അതിനുശേഷം ഇത് ഓഫ് ആകുന്നു, ഇത് ഡിസ്ചാർജ് ആകുന്നു. ഓക്കെ, സോ ഇത് CMOS കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു ത്രെഷോൾഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാകും. അതായത് ലോജിക് 1 എന്ന് പറയുന്നത് 3.3 വോൾട്ട് മിനിമം എങ്കിലും കിട്ടണം. എക്സാമ്പിൾ പറയാണ് 3.3 വോൾട്ട് എന്ന്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഗതി സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഇതിന്റെ ഇൻപുട്ടിൽ മിനിമം ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വേണം. അപ്പം ആ മിനിമം ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആ ഒരു ടൈമിങ്ങിന്റെ അനുസരിച്ചിട്ട്, ആ ടൗവിന്റെ അനുസരിച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു 63% അതായത് 1 RC ടൈം കോൺസ്റ്റന്റ് 10 മൈക്രോ സെക്കൻഡ് ആക്കിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും വാല്യൂ ഡിസൈഡ് ചെയ്തിട്ട് ആ വാല്യൂലുള്ള കപ്പാസിറ്ററും റെസിസ്റ്റൻസും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ സിഗ്നൽ ഇവിടെ ഇൻപുട്ടിൽ വരുമ്പോഴത്തേക്കും അക്കോർഡിംഗ് ടു ദാറ്റ് ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ആവുകയും ഇവിടെ 63%. അപ്പൊ ആ ചാർജ് ആകാൻ എടുക്കുന്ന സമയമാണ് ഇത്. 63% ചാർജ് ആകാൻ എടുക്കുന്ന സമയമാണ്. എക്സാമ്പിൾ ആണ് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് പറയുന്നത്. ആ ഒരു ഇതാകുമ്പോഴത്തേക്കും ഇത് ഔട്ട്പുട്ട് ഹൈ ആകും. അപ്പൊ ഈ ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും തമ്മിൽ ഒരു ടൈം ഡിലേ ഉണ്ട്. എന്തുണ്ട്? ഒരു ടൈം ഡിലേ ഉണ്ട്. നോക്കൂ, ഇവിടെ ഇൻപുട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, നമ്മളുടെ ഔട്ട്പുട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. സോ ഇവിടെ ഒരു 10 മൈക്രോ സെക്കൻഡിന്റെ ടൈം ഡിലേ ഉണ്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ മുമ്പുള്ള വീഡിയോകളിൽ ഇതേ സെയിം സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള സംഗതി ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ചാർജിങ്, നോക്കൂ, ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് RC ടൈം കോൺസ്റ്റന്റിന്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അന്ന് മനസ്സിലാക്കിയത്. ഈ സംഗതികൾ വ്യക്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പേപ്പറിൽ എഴുതി മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുകയും ചെയ്യും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇലക്ട്രോണിക്സ് പഠിക്കുകയും സ്വന്തമായിട്ട് സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യാനും അസംബിൾ ചെയ്യാനും റിപ്പയർ ചെയ്യാനും, ഇനിയിപ്പോൾ മറ്റൊരാൾ ഉണ്ടാക്കിയ സർക്യൂട്ട് ആണെങ്കിൽ പോലും ഈ ഡിസൈനിങ് ലെവലിൽ നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇനി ഒരു കമ്പോണന്റ് നിങ്ങൾക്ക് ലഭ്യമല്ല, അതായത് മാർക്കറ്റിൽ ലഭ്യമല്ല, ഒബ്സല്യൂട്ട് ആയി പോയി എന്ന് വിചാരിക്കുക. ഒബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ കമ്പോണന്റ് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സ്കിൽസ് ഈ ലെവലിൽ നിങ്ങൾ ഡീപ്പായിട്ട് നിങ്ങളുടെ ഒരു റൂട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കമ്പോണന്റിന് പകരം നിങ്ങളുടെ ബുദ്ധി അനുസരിച്ച് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ആ കമ്പോണന്റ് റീപ്ലേസ് ചെയ്യുന്നതിനുള്ള ഓൾട്ടർനേറ്റീവ് കണ്ടെത്താനായിട്ട് തീർച്ചയായും സാധിക്കുന്നതാണെന്ന് എനിക്ക് 100% ഉറപ്പ് വരാൻ പറ്റും. കാരണം ഞാൻ അതിന്റെ റിയൽ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മോണിറ്ററി വാല്യൂ നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങളത് റൂട്ട് ലെവലിൽ നിന്ന് നിങ്ങളുടെ സ്കില്ല് നേടിയെടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു വാല്യൂ വരുന്നത്. ഇത് ഓവർനൈറ്റ് സക്സസ് അല്ല. നല്ല രീതിയിൽ കാര്യങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ച് മുന്നോട്ട് തന്നെ പോകണം. ഇപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല. നമ്മളിപ്പോൾ ടൈം ഡിലേ സർക്യൂട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്ത് ചോദിക്കുക. എന്റെ സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മാക്സിമം റെസ്പോൺസ് തരുന്നതാണ്. നമുക്കിനി അടുത്തായിട്ട് മറ്റൊരു സർക്യൂട്ടിലേക്ക് പോവാം. ആ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. ഈ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നതിന്റെ കുറെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 63%. അപ്പം ഇതേപോലെ വേറൊരു സർക്യൂട്ട് കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. ആക്ച്വലി ഇതേ സെയിം സർക്യൂട്ട് തന്നെയാണ്, പക്ഷെ അതിനകത്ത് കമ്പോണന്റുകൾ എങ്ങനെയാണ് കമ്പോണന്റുകൾ മാറുന്നത് അല്ലെങ്കിൽ കമ്പോണന്റ്സിന്റെ വാല്യൂ മാറുന്നത് എന്നതിനനുസരിച്ചിട്ട് ആ സർക്യൂട്ടിന്റെ ഫങ്ഷൻ മാറും. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ സർക്യൂട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് റെസിസ്റ്ററുകളും കപ്പാസിറ്ററുകളും ഈ ഓപ്പാമ്പ് എന്ന് പറയുന്നത് ഈ സംഗതിയും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. മറ്റേ രണ്ടാമത്തെ സർക്യൂട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ പൊട്ടൻഷ്യൽ ഡിവൈഡർ എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്റൻസ്, ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂസ് ഡിഫറെന്റ് ആണ്. സോ ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സർക്യൂട്ടിന്റെ എൻറ്റയർ ഫംഗ്ഷൻ വ്യത്യസ്തമായിരിക്കും. അതിന് കാരണവും ഞാൻ പറഞ്ഞു തരാം. ഇവിടുത്തെ സർക്യൂട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആവും. ചാർജ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും അപ്പൊ ഇത് ചാർജ് ആകാൻ ഇവിടെ 10K ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ RC ടൈം കോൺസ്റ്റന്റ് അനുസരിച്ചിട്ട് ഈ 10K ചാർജ് ആകാൻ കൂടുതൽ സമയം എടുക്കും. അതിനർത്ഥം ഇത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് റിലീസ് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് മാത്രമേ ഈ LED ഓൺ ആവുകയുള്ളൂ ഈ ഒരു സർക്യൂട്ടിൽ. എന്നാൽ അടുത്ത സർക്യൂട്ടിൽ, അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സർക്യൂട്ടിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ LED അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആവും. പക്ഷെ ഹൈ ആയി കഴിഞ്ഞ ഒരു പർട്ടിക്കുലർ ടൈം അത് ഹോൾഡ് ചെയ്ത് നിൽക്കും. അതാണ് അടുത്ത സർക്യൂട്ട്. അപ്പോൾ ഒരേ സർക്യൂട്ട് തന്നെയാണ്, പക്ഷെ കമ്പോണന്റിന്റെ വാല്യൂ ചേഞ്ച് ആയപ്പോഴത്തേക്കും അതിന്റെ ഫംഗ്ഷൻ തന്നെ മാറിപ്പോയി എന്നുള്ളതാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഈ ഒരു സർക്യൂട്ട് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കുറെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണ്. എങ്ങനെയാണ് ഈ ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത്, ഈ സംഗതി ഓപ്പാമ്പ് എന്ന് പറയുന്ന ഈ സംഗതി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല. നമുക്ക് അടുത്ത സർക്യൂട്ടിലേക്ക് പോയിട്ട് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ,
ഇത് 1 മിനിറ്റ് പവർ എന്ന് പറയുന്ന ഒരു സർക്യൂട്ടാണ്. അപ്പൊ ഈ സർക്യൂട്ടിൽ നമ്മളിവിടെ 620Kയും 360Kയുമാണ് റെസിസ്റ്റൻസ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടത്തെ വോൾട്ടേജ്, അതായത് ഈ പിന്നിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഏകദേശം 1.8 അക്കോർഡിംഗ് ടു കാൽക്കുലേഷൻ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ഡിവൈഡറിന്റെ ഇതിനു മുമ്പ് ഞാൻ പഠിപ്പിച്ചു തന്ന ഇക്വേഷൻസ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.8 വോൾട്ട് വരും. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക, ഓപ്പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പാമ്പിനകത്തേക്ക് കറണ്ട് അകത്തോട്ട് ഫ്ലോ ചെയ്യുകയോ പുറത്തോട്ട് കൊടുക്കുകയോ ചെയ്യത്തില്ല. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു റെഫറൻസ് പോയിന്റ് ആണ്. അകത്തോട്ടോ പുറത്തോട്ടോ ഇത് കറണ്ട് ഫ്ലോ ഉണ്ടാവുകയില്ല ഈ രണ്ട് പിന്നിലും. ഒന്നാമത്തെ പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പാമ്പിന്റെ ഇൻപുട്ടുകളെ, അതായത് ഇവിടെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ, ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്നുള്ള രണ്ട് ഇൻപുട്ടുകളാണുള്ളത്. അപ്പൊ ഈ ഇൻപുട്ട് ടെർമിനലുകളുടെ വോൾട്ടേജുകൾ ഈ ഓപ്പാമ്പ് എപ്പോഴും തുല്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇത് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ സർക്യൂട്ട് ഉപയോഗിച്ച് സിമുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.8 വോൾട്ട് ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഓപ്പാമ്പിന്റെ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് ഈ 1.8 വോൾട്ടിനെക്കാട്ടിൽ കൂടുതൽ വോൾട്ടേജ് ഇവിടെ വരികയാണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആകും. ഈ 1.8 വോൾട്ടിനെക്കാട്ടിൽ കുറവ് വോൾട്ടേജ് ആണ് ഈ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഉള്ളതെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റേബിൾ ആയിട്ട് ഓഫ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ ഫംഗ്ഷനിലേക്ക് നോക്കാം. ഇവിടെ 5 വോൾട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഈ പൊട്ടൻഷ്യൽ ഡിവൈഡർ കാരണം ഇവിടെ 1.8 വോൾട്ട് ആണ്. ഇവിടെ സ്വിച്ച് ഉണ്ട്, ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, ഇതുണ്ട്. ഇത് ചാർജിങ് റെസിസ്റ്റർ ആണ്, ഇത് ഡിസ്ചാർജിങ് റെസിസ്റ്റർ ആണ്. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകും. എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുക? ഈ ഫസ്റ്റ് ശ്രദ്ധിച്ച് കാണുക. ഈ 5 വോൾട്ടിന്റെ ഇലക്ട്രോൺസുകൾ നേരെ ഇങ്ങനെ വന്ന് ഈ കപ്പാസിറ്ററിലൂടെ ഒഴുകി ഗ്രൗണ്ട് ആകും. അതേസമയം തന്നെ ഈ റെസിസ്റ്ററിലൂടെ ഒഴുകി ഗ്രൗണ്ട് ആകും. അപ്പം ഈ കപ്പാസിറ്ററിലൂടെ ഒഴുകി ഗ്രൗണ്ട് ആകുന്ന സമയത്ത് ഈ കപ്പാസിറ്റർ സ്ലോലി ഗ്രാജുവലി ചാർജ് ആവുകയാണ്. അങ്ങനെ ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതുവഴി കറണ്ട് ഒഴുകില്ല, ഇങ്ങനെ മാത്രമേ കറണ്ട് ഒഴുകുള്ളൂ. അപ്പം ഈ ചാർജിങ്ങിന്റെ ടൈം നിശ്ചയിക്കുന്നത് ഈ 1K എന്ന് പറഞ്ഞ റെസിസ്റ്റർ ആണ്. സോ ഇവിടെ 1K എന്ന് പറയുന്ന റെസിസ്റ്ററും 10 മൈക്രോഫാരഡ് കപ്പാസിറ്ററും ആയതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ആവും. ഇനി ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വിച്ച് റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 5 വോൾട്ട് ഈ ഒരു പിന്നിലുണ്ട്. സോ ഈ പിൻ എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ ഒരു നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ്. സോ 5 വോൾട്ട് എന്ന് പറയുന്നത് എത്ര ഹയർ ആണ്? 1.8 വോൾട്ടേജിനെക്കാട്ടിൽ ഹയർ അല്ലേ? അപ്പൊ ഈ 1.8 വോൾട്ടിനെക്കാട്ടിൽ ഹയർ ആയതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഹൈ ആയി. പിന്നീട് ഈ ഒരു റെസിസ്റ്റർ ആണ് ഇവിടെ ഉള്ളത്. ഈ ഒരു റെസിസ്റ്റർ വഴി വേണം ഇവിടെ നിൽക്കുന്ന 5 വോൾട്ട് ഗ്രാജുവൽ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ. ഓക്കെ, RC ടൈം കോൺസ്റ്റന്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ചാർജ് ചെയ്യുന്ന RC ടൈം കോൺസ്റ്റന്റ്, ഇത് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോ ഈ 5 വോൾട്ടിൽ നിന്ന് ഗ്രാജുവലി ഡിസ്ചാർജ് ആവുന്നതിന് ഒരു സമയം എടുക്കും. ആ സമയമാണ് മക്കളെ ഇവിടുത്തെ ഈ 1 മിനിറ്റ് സ്ലോലി ഡിസ്ചാർജ് ആകാൻ. ഇപ്പൊ ഈ റെസിസ്റ്ററിന്റെ വാല്യൂ കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ 1 മിനിറ്റ് എന്നുള്ളത് വീണ്ടും കൂടും. അതുപോലെ തന്നെ ഈ കപ്പാസിറ്ററിന്റെ വാല്യൂ കൂട്ടുകയാണെന്നുണ്ടെങ്കിലോ ഈ 1 മിനിറ്റ് എന്നുള്ളത് വീണ്ടും കൂടും. അതുപോലെ തന്നെ റെസിസ്റ്ററിന്റെ വാല്യൂ കുറയ്ക്കുകയാണെങ്കിലോ 1 മിനിറ്റിൽ നിന്ന് കുറയും. ഔട്ട്പുട്ട് ഹൈ ആയിട്ട് നിൽക്കുന്ന സമയം 1 മിനിറ്റിൽ നിന്ന് കുറയും. അങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളിവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇവിടെ 5 വോൾട്ട് വരികയും ഈ 5 വോൾട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ഇത് സ്വിച്ച്, ഈ ഒരു ഇതെന്ന് പറയുന്നത് സ്വിച്ച് പ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്തു. ഈ പ്രസ് ചെയ്തിട്ട് റിലീസ് ഇവിടെ ഈ പോയിന്റ് എത്തുമ്പോൾ റിലീസായി. ഈ പോയിന്റ് എത്തുമ്പോഴത്തേക്കും അത് പ്രസ് ചെയ്യുന്ന പോയിന്റ് ആണ്, നമ്മൾ തുടക്കം ആണത്. ഇത് ഹോൾഡിംഗ് പീരീഡ് ആണ്. ഹോൾഡിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം ഉണ്ടായിരിക്കില്ല, നമ്മളിങ്ങനെ ഹൈ സ്പീഡിലല്ലല്ലോ സ്വിച്ച് ഞെക്കുന്നത്. ആ ഒരു ടൈമാണ്. അപ്പം ഇത് സ്വിച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാജുവലി ഡിസ്ചാർജ് ആവുന്നു. RC ടൈം കോൺസ്റ്റന്റിന്റെ ഡിസ്ചാർജ്, ഈ ഡിസ്ചാർജ് ഓക്കെ ഗ്രാജുവലി ഡിസ്ചാർജ് ആവുന്നു. അപ്പൊ അങ്ങനെ ഡിസ്ചാർജ് ആയി 1.8 വോൾട്ട്, അതായത് ഈ ഒരു 1.8 വോൾട്ട് ഈ പിന്നിന്റെ വോൾട്ടേജിനെക്കാട്ടിൽ കുറയുന്ന സമയത്ത് ഔട്ട്പുട്ട് ലോ ആകുന്നു. ഇപ്പൊ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് കൂട്ട് തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് സെയിം ആണ്. നോക്കൂ, ഇവിടെ ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ ഉണ്ട്. 5 വോൾട്ടിനും ഗ്രൗണ്ടിനും ഇടയ്ക്ക് 2 റെസിസ്റ്റർ ഇട്ടിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇവിടെ കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ 360K ആണ്. ഇത് നെഗറ്റീവ് സിമ്പിൾ ശ്രദ്ധിച്ചു നോക്കുക.
360K ആണ്. അപ്പൊ 620K ആണ് 5 വോൾട്ടിന്റെ അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ റെസിസ്റ്റൻസ് സെയിം നോക്കിക്കൊള്ളുക. ഈ കമ്പോണൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് സർക്യൂട്ടിന്റെ സ്വഭാവം മാറുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇവിടെ നെഗറ്റീവ് ആണ്. 5 വോൾട്ടിന്റെ അവിടെ കൊടുത്തിരിക്കുന്നത് കുറഞ്ഞ റെസിസ്റ്റർ ആണ്. ഇതിനെക്കാട്ടിലും കുറഞ്ഞ റെസിസ്റ്റർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഹയർ റെസിസ്റ്റൻസ് ആണ് ഇട്ടിരിക്കുന്നത്. കാരണം ഇവിടെ കൂടുതൽ സമയം എടുത്തായിരിക്കും ഇത് ചാർജ് ആകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഈ ഒരു സർക്യൂട്ട് സ്ക്രാച്ചിൽ നിന്ന് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത ഒരു ഇതില് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ സിമുലേഷൻ, ശരി, നമുക്ക് ഇതിന്റെ ഒരു സിമുലേഷൻ കണ്ടു കളയാം. എന്തായാലും ഇത്രയൊക്കെ ആയതല്ലേ. ഇത് സിമിലർ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. സിമിലർ ആയിട്ടുള്ളതെന്നല്ല, സെയിം സർക്യൂട്ട് തന്നെയാണ്. ഇവിടെ 620K ആണ്, ഇവിടെ 360K ആണ്. അതുപോലെ തന്നെ ഇവിടെ 5Kയുടെ റെസിസ്റ്റൻസ് ആണ്. ഈ പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് സിമുലേറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജിനെക്കാട്ടിൽ കൂടുതലായിരിക്കും ആ സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ്. അപ്പൊ എന്ത് പറ്റും? ഔട്ട്പുട്ട് ഹൈ ആവും. ശ്രദ്ധിച്ചു നോക്കുക, ഔട്ട്പുട്ട് ഹൈ ആവും. ഔട്ട്പുട്ട് ഹൈ ആയി കഴിഞ്ഞ് ഈ ഒരു കപ്പാസിറ്റർ ഈ 5Kയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതിനനുസരിച്ചിട്ട് ഈ 1.8 വോൾട്ടിൽ താഴെ വരുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് ലോ ആവും. നോക്കാമല്ലോ. ഇതിപ്പം ഇവിടെ ചെറിയൊരു അൺനെസസറി വോൾട്ടേജ് ഉണ്ട്, അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. അത് ഏകദേശം ഒരു മില്ലി വോൾട്ടിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു നോക്കുക. ഈ കാണിച്ചിരിക്കുന്നതാണ് ഔട്ട്പുട്ട്, ഇത് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 1.8 വോൾട്ട് ആണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ കൂടെ നമുക്ക് വോൾട്ടേജിനെ ഒന്ന് കണ്ടു കളയാമല്ലോ. എന്താ ബുദ്ധിമുട്ട്? ഇവിടെ കണ്ടോ മൈക്രോ വോൾട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ സ്വിച്ച് ജസ്റ്റ് ഇങ്ങനെ ഓൺ ചെയ്തു, കപ്പാസിറ്റർ ചാർജ് ആയി. ഒരു മിനിറ്റ്, കപ്പാസിറ്റർ ചാർജ് ആയി. നോക്കൂ, 1.8 വോൾട്ടേജിനെക്കാട്ടിൽ കൂടുതലായിട്ട് 2.5 വോൾട്ട് ആയി. സോ ഈ 2.5 വോൾട്ട് എപ്പോഴാണ് എത്തുന്നതെന്ന് നോക്കാം. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ സ്വിച്ച് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ 236.85 മില്ലി സെക്കൻഡ്സിലാണ് ഞാൻ ആ സ്വിച്ച് പ്രസ് ചെയ്തത്. സ്വിച്ച് പ്രസ് ചെയ്ത ഉടനെ തന്നെ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങി? കപ്പാസിറ്ററിന്റെ പണി ചെയ്യാൻ തുടങ്ങി. അത് ചാർജ് ചെയ്യാൻ തുടങ്ങി. ചാർജ് ചെയ്ത് 1.8 241.65 മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്കും 1.8 വോൾട്ട് അത് അച്ചീവ് ചെയ്തു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഔട്ട്പുട്ട് ഹൈ ആവും. നമുക്കത് കാണിച്ചു തരാം, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഔട്ട്പുട്ട് ഹൈ ആവും. അപ്പം ഈ 1.8 മുകളിലോട്ട് എത്തി 2 വോൾട്ട് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഔട്ട്പുട്ട് ഹൈ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, സോ ഈ 1.8 എത്തിയ ആ ഒരു സ്ഥലം നമുക്കത് വേണം. ആ മില്ലി സെക്കൻഡ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 241.65 മില്ലി സെക്കൻഡ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. 241.65 മില്ലി സെക്കൻഡ്. നമ്മൾ എന്നിട്ട് ഇവിടെ വരുന്നു. നമ്മുടെ ഔട്ട്പുട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് 236 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 236 നോക്കാം. കണ്ടോ, 236 ഒന്നുമില്ല. 237 തൊട്ടാണ് ഇതിൽ തുടങ്ങുന്നത് തന്നെ. 237 മില്ലി സെക്കൻഡ്. സോ ഇത്രയും ടൈം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് ഹൈ ആവാൻ പോകുന്നത്. 240 അങ്ങനെ വന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും 241.97 241. നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ എത്രയാണ്? 241.65. ഇവിടെ 241, സെയിം 241 ആണ്. ആ 241 കൃത്യമായിട്ട് ആ 1.8 വോൾട്ടിൽ കൂടുന്ന സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആയി. കണ്ടില്ലേ, 241 മില്ലി സെക്കൻഡ്സിലാണ് ഔട്ട്പുട്ട് ഹൈ ആയത്. ഇവിടെ 1.8 വോൾട്ട് എന്ന് പറയുന്നത് 241.65. ആ 241.65 എന്ന് പറഞ്ഞ ആ സമയത്താണ്. ഇവിടെ 241.97. ചെറിയൊരു ഡിലേ ഇത് കാണിക്കുന്നുണ്ട്. അത് റിയൽ ലൈഫിൽ കാണിക്കും, സിമുലേഷനിൽ മാക്സിമം ഐഡിയൽ ആയിരിക്കും. ഇത് ഇപ്പം നമ്മൾ കൂടുതൽ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇങ്ങനെ സൂം ചെയ്ത് ഇതിന്റെ അകത്ത് കൃത്യമായിട്ട്, കാരണം ഇതിപ്പോ കുറച്ച് ടൈമിന്റെ സ്നാപ്പ് ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്നാപ്പ് ഗ്രിഡിൽ നിന്നാണ്. പക്ഷെ നമുക്ക് വേണ്ട കൃത്യമായിട്ടുള്ള സമയം കിട്ടി. 241 മില്ലി സെക്കൻഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോ 241 മില്ലി സെക്കൻഡ്. 241 മില്ലി സെക്കൻഡിൽ 1.8. ഓക്കെ, 241 മില്ലി സെക്കൻഡിൽ 1.8 എത്തി.
അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് ഹൈ ആയിട്ട് നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെ ഇവിടെ മാക്സിമം ചാർജ് നമ്മൾ 5 വോൾട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ സ്വിച്ച് റിലീസ് ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ 3.1 കാണിക്കുന്നത്, അല്ലെങ്കിൽ 5 കാണിച്ചേനെ. മാക്സിമം ചാർജ് ഇത് ചെയ്തു. അത് കഴിഞ്ഞ് ഗ്രാജുവലി സ്വിച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്വിച്ച് റിലീസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവലി ഇതിങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇനി ഇത് 1.8 താഴത്തേക്ക് പോകുമ്പോൾ ഔട്ട്പുട്ട് ഓഫ് ആകും. ശ്രദ്ധിച്ചു നോക്കുക. കാണാനായിട്ട് ഞാൻ കുറച്ചുകൂടി വലുതാക്കി കാണിച്ചു തരാം. ഓക്കെ, ഔട്ട്പുട്ട് ഹൈ ആയിട്ട് നിൽക്കുന്നു, ഔട്ട്പുട്ട് ലോ ആയി. ഔട്ട്പുട്ട് ലോ ആയത് എവിടെ വെച്ചിട്ടാണ്? ഇവിടെ നോക്കൂ, 1.8 1.79 79 എന്ന് പറഞ്ഞാൽ ഏകദേശം 8 ആണല്ലോ. 289 മില്ലി സെക്കൻഡിൽ. ഓക്കെ, 89 മില്ലി സെക്കൻഡിലാണ് 1.8 മുകളിൽ വേണം. സോ 1.86 ഇന്ന് താഴത്തേക്ക് പോയപ്പോഴത്തേക്കും 1.8 എന്ന് തന്നെ നമുക്ക് ഉദ്ദേശിക്കാം. 86 എന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ റെസൊല്യൂട്ടർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണല്ലോ. 1.8 വോൾട്ടിന് താഴത്തേക്ക് പോയപ്പോഴത്തേക്കും ഔട്ട്പുട്ട് കൃത്യമായിട്ട് ഓഫായി. 287 മില്ലി സെക്കൻഡ്. ഇവിടെ അത് തന്നെ 287 മില്ലി സെക്കൻഡ്. 1.8 കുറഞ്ഞു വന്നു 288. കറക്റ്റ് ആയിട്ട് ആ 287 മില്ലി സെക്കൻഡിൽ കൃത്യമായിട്ട് തന്നെ ഓഫ് ആകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, നമുക്ക് ഇതിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിപ്പം റൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. റൺ ചെയ്ത് ഇത് ഫുൾ ചാർജ് ആകുന്നത് വരെ ഞാൻ വെക്കുകയാണ്. ഫുൾ ചാർജ് ആകുന്നവരെ ഹോൾഡ് ചെയ്യുന്നു. ഹോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കാണാം ഔട്ട്പുട്ട് ഇപ്പം ഹോൾഡായി. ഇവിടെ ഫുൾ ചാർജ് ആണ്. 4.15 സം ടോളറൻസ് കൊണ്ടായിരിക്കും അത് 5 വോൾട്ട് വരാത്തത്, വിഷയമില്ല. പക്ഷെ അപ്പൊ ഈ 4.1 കഴിഞ്ഞ, അപ്പം 4.1 വരെ ഇവിടെ വോൾട്ടേജ് ഉണ്ട്. ഇവിടെ 3.5 ആണ് കാണിക്കുന്നത്. ഇത് ടൈമിങ്ങിന്റെ ഇതാണ്. പക്ഷെ ഇത് ലാസ്റ്റ് ടൈം നമുക്ക് നോക്കാമല്ലോ. 3.5 കണ്ടില്ലേ, ആ 3.5 ആണ് കാണിക്കുന്നത്. ഇത് ഗ്രാഫ് ആണല്ലോ. ഓക്കെ, സോ 4.1 അവിടുന്ന് ഫുള്ളി ചാർജ് ആയി, അത് ഔട്ട്പുട്ട് ഹൈ ആവുന്നു. പിന്നെ ഇത് ഗ്രാജുവലി ഡിസ്ചാർജ് ആയി ഇവിടെ നോക്കിക്കൊള്ളുക. 1.8 എത്തുമ്പോഴത്തേക്ക് ഇത് ലോ ആകും. 1.8 എത്തിയപ്പോഴത്തേക്കും ലോ ആയി. ഇതിനെക്കാട്ടിൽ കുറഞ്ഞ വോൾട്ടേജ് എത്തിയപ്പോഴത്തേക്കും ലോ ആയി. ഇതാണ് ടൈം ഡിലേ സർക്യൂട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ. അതായത് അപ്പം നമുക്ക് ഈ RC, ഈ റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും വാല്യൂകൾ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു ബൾബിനെ കത്തിക്കാനോ ഒരു സർക്യൂട്ടിനെ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ ഒക്കെ ആയിട്ട് സാധിക്കും എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഇത്രയും ഇൻഫർമേഷൻസ് ആണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുകയെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഓപ്പാമ്പ് 741 ഓപ്പാമ്പ് ഉപയോഗിച്ചുകൊണ്ട് 2-3 റെസിസ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടും സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പം കാൽക്കുലേഷൻസ് കൃത്യമായിട്ട് പേപ്പറിൽ എഴുതി കാൽക്കുലേറ്റ് ചെയ്താണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ചെയ്യുന്ന നിങ്ങൾ ഇടുന്ന എഫേർട്ട് ഒരിക്കലും വേസ്റ്റ് ആവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.